ഇന്ന് സ്നാപക യോഹന്നാൻ്റെ പിറന്നാൾ ദിനമാണ് തിരുസഭ മാതാവ് ആഘോഷിക്കുന്നത്. 3 പേരുടെ പിറന്നാൾ മാത്രമാണ് ആരാധനക്രമത്തിൽ തിരുസഭ ആഘോഷിക്കുന്നത്. ഈശോയുടേതും പരിശുദ്ധ അമ്മയുടേതും സ്നാപക യോഹന്നാൻ്റെയും. അപ്പോൾ എത്രയോ പ്രാധാന്യമുള്ള ഒരാളാണ് ഈ സ്നാപകനെന്ന് നമ്മൾ അറിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം കൊണ്ടുവന്ന മാറ്റം ആ വീട്ടിൽ മാത്രമല്ല നാട്ടിൽ മുഴുവനും ആനന്ദമുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരവിലൂടെ നമ്മൾ അറിയുന്നത്. നമുക്കറിയാം, സ്നാപകൻ ഏലിയായുടെ പിന്നാമ്പുറ വന്നയാളാണ്. ഏലിയായുടെ 2ാമത്തെ ആഗമനമാണ്. അത്രയും പ്രാധാന്യമുള്ള ദൈവപുത്രനെ ചൂണ്ടിക്കാണിക്കുവാൻ, ദൈവപുത്രന് ജ്ഞാനസ്നാനം കൊടുക്കുവാൻ വലിയ നിയോഗമായിട്ട് വന്ന് ചൂണ്ടിക്കാണിക്കുന്നവനായി മാറുകയാണ്. നമ്മുടെയൊക്കെ നിയോഗങ്ങൾ ഈ സ്നാപകൻ്റെ പോലെയാണെന്ന് ഓർക്കാം. കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമോ ജീവിതം കൊണ്ട്? ആമേൻ.